എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞാൽ ഹോണ്ടയുടെ ഏറ്റവും പുതിയൊരു മോഡലായ ഹോണ്ട ഷൈൻ 125 ആണ്. അത് OBD2B മോഡൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും അത് പ്രത്യേകത അപ്ഡേഷനും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ 125 ഷൈൻ എന്ന് പറയുന്നത് പഴയ ഡിസൈനൊക്കെയാണ് വന്നതെങ്കിലും നമുക്കിതിനകത്ത് കുറേ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഹോണ്ട വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മെയിനായിട്ട് നോക്കുന്നതിന് മുന്നേ ആദ്യം ഈ ഡിസൈൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്രണ്ട് ഡിസൈൻ ആണെങ്കിൽ നമുക്കൊരു വിൻഡ് സ്ക്രീൻ കാണാം. വലിപ്പമുള്ളൊരു വിൻഡ് സ്ക്രീനാണ്. അതുപോലെ തന്നെ ഒരു ക്രോം എലമെൻറ്റ് അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് വരുന്നത് നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് ആണ്. തൊട്ട് താഴെയായിട്ടൊരു പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത് ഹാലജൻ ഇൻഡിക്കേറ്ററാണ്. രണ്ട് സൈഡിലും LED കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫെൻഡർ വരുന്നത് ബോഡി കളറായിട്ടുള്ളൊരു ഫെൻഡറും കാര്യങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് വരുന്നത്. അതുപോലെ നമുക്കിത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് ഫ്രണ്ടിൽ. ബാക്കിൽ വരുന്നത് ഡ്രം ബ്രേക്കാണ്. ഷൈൻ 125 ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. അതിന് നമുക്ക് ഫ്രണ്ട് വരുന്നത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. നമുക്ക് സ്റ്റാൻഡേർഡിന് വരുന്നത് ഡ്രം ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ഫ്രണ്ട് വീൽ സൈസ് വരുന്നത് 80-100-18 അതുപോലെ ബാക്ക് വീൽ സൈസ് വരുന്നത് 90-90-18 ആണ്. നമുക്ക് ഒരു ഗ്രാഫിക്സ് ഒക്കെ കാണാം. സ്റ്റിക്കർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ബാക്കിൽ ഷൈൻ എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് നോക്കുകയെങ്കിൽ ഒരു 125ൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ ടാങ്കിൻ്റെ ഭാഗത്തായിട്ട് നമുക്കൊരു ഹോണ്ടയുടെ 3D എംബ്ലവും അതുപോലെ ആ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഗ്രാഫിക്സ് എന്ന് പറയാം. അതിങ്ങനെ ബാക്ക് വണ്ടിയുടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. സൈലൻസറിൻ്റെ ഭാഗത്തു നിന്നൊരു ക്രോം കവറിങ്ങോട് കൂടി ഒരു പ്രൊട്ടക്ടറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ആണ് ഒരു സൈലൻസർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്ക് ഷോക്ക് നോക്കുകയാണെങ്കിൽ ഡബിളായിട്ടുള്ള ഷോക്കാണ് വന്നിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് സ്പ്രിങ്ങോട് കൂടിയ അത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ചെയ്യാവുന്ന രീതിയിലാണ്. ബാക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിംഗിളായിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഹാലജൻ ബൾബാണ് വന്നിരിക്കുന്നത്. പിന്നെ സൈഡിൽ നമുക്ക് 2 ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു റിഫ്ലക്ടറും കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ടുള്ള ഒരു നീണ്ട ഒരു മഡ് ഗാർഡ് ആണ് ബാക്കി വന്നിരിക്കുന്നത്. തൊട്ട് മേലോട്ട് നമുക്ക് ക്യാരർ വന്നിട്ടുണ്ട്. ബോഡി കളറോട് കൂടി ഒരു സിംഗിൾ ക്യാരറാണ് കൊടുത്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള സീറ്റും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഗാർഡ് വരുന്നുണ്ട്. ഒരു കവറിങ്ങോട് കൂടിയ ഒരു വലിപ്പമുള്ള ഒരു സാരി ഗാർഡാണ്. അത് തന്നെ ഫുഡ് റെസ്റ്റും കാര്യങ്ങളുമൊക്കെ വരുന്നുമുണ്ട്. അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമുക്ക് ന്യൂട്രൽ ഏറ്റവും താഴെ, ബാക്കിയെല്ലാം മേളിലോട്ടാണ് ഇടുന്നത്. നമുക്ക് ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സിൽവർ കളറാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഹാൻഡിൽ പൊസിഷനാണ് നമുക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്നതും. അതുപോലെ തന്നെ നമുക്ക് സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ ഒരു പാസ് സ്വിച്ചും അതുപോലെ തന്നെ ഡിം ആൻഡ് ബ്രൈറ്റിൻ്റെ ഒരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോണിൻ്റെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഹോൺ എന്നിട്ട് സൗണ്ട് നോക്കാം. അത്യാവശ്യം സൗണ്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തൊരു ഐഡിയൽ സോപ്പ് സിസ്റ്റത്തിൻ്റെ ഒരു സ്വിച്ചും കൂടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നമുക്ക് 125 വരുന്നൊരു അപ്ഡേഷനാണ് ഐഡിയൽ സോപ്പ് സിസ്റ്റം. അത് കൊണ്ടുവന്നിട്ടുണ്ട് ഹോണ്ട. അതുപോലെ നമുക്ക് ഈ വൈസറിൻ്റെ സൈഡിലായിട്ടൊരു USB C പോർട്ട് ചാർജിങ് യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ടാങ്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 10.5 ലിറ്ററാണ് വരുന്നത്. 20 പെട്രോൾ സപ്പോർട്ടായിട്ട് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് മീറ്റർ കൺസോൾ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു മീറ്ററാണ് വന്നിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓണാക്കി നോക്കാം. നമുക്ക് ഇതിൻ്റെ അത് ആദ്യം തന്നെ ഡിസ്പ്ലേ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞാൽ ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്പീഡ്, പിന്നെ നമുക്ക് തൊട്ട് സൈഡിലായിട്ട് ടൈം, അതുപോലെ തന്നെ നമുക്ക് ഗിയറിൻ്റെ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എഞ്ചിൻ്റെ വാണിങ്, അതുപോലെ ന്യൂട്രൽ, സൈഡ് സ്റ്റാൻഡ്, ട്രിപ്പ് എയും ബിയും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ 2 സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് മീറ്റർ കൺട്രോൾ ചെയ്യാനുള്ള. അതിൻ്റെ അകത്ത് നമുക്ക് ആവറേജ് കിലോമീറ്റർ അറിയാം, അതിൽ റേഞ്ച് അറിയാം. ഇത് നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്യാൻ കാര്യങ്ങൾക്കും കൊടുത്തിരിക്കുന്ന സ്വിച്ചാണ്. പിന്നെ തൊട്ട് മേലായിട്ട് നമുക്ക് ഇക്കോയുടെ ഒരു വാണിംഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുമുണ്ട്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് എഞ്ചിനിലുള്ള മാറ്റമാണ്. അതായത് എഞ്ചിൻ്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് OBD2B മോഡൽ ഒരു എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. നമുക്ക് 123.94 cc ഒരു എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അത് 10.6 bhpയും അതുപോലെ 11 mm ടോർക്കുമാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൈലൻസറിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഓക്സിജൻ സെൻസറൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷൈൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം വണ്ടി വില വരുന്നത് 1,15,000 മുതൽ 1,20,000 രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
അത് 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡും ഡിലക്സും 2 വേരിയൻറ്റ് വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇതിനകത്തൊരു പുതിയൊരു കളർ ചേഞ്ചസ് വന്നിട്ടുണ്ട്. PS ബ്ലൂ എന്ന് പറഞ്ഞ ഒരു കളർ വേരിയൻറ്റ് പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് ഹോണ്ടയുടെ ഈ വണ്ടി ഷൈൻ തന്നിരിക്കുന്നത് നമ്മുടെ മുത്തൂറ്റ് ഹോണ്ട കോന്നി ഷോറൂമിൽ നിന്നാണ്. അത് നമുക്ക് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കിയിട്ട് ഇതുപോലെ ഇടുന്ന ഞാൻ വീഡിയോസ് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.